മുഅ്മിന് മുഅ്മിനായി നിലനിൽക്കണം, മുഅ്മിനോ മുഅ്മിനായി നിലനിൽക്കണം. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ മുഅ്മിനെ ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ എന്തുണ്ടാവും? കള്ള നാണയവും നല്ല നാണയവും തിരിച്ചറിയുന്ന ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ഗൗരവമായി മനസ്സിലാക്കണം. ഇവിടെ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പരീക്ഷണ കാലത്തെയും നിസ്സാരവൽക്കരിക്കുന്ന പരിഗണിക്കാത്ത ഗാഫിലീങ്ങളുണ്ട്. അവര് ഒന്നിരിക്കൽ അള്ളാഹു വെളിച്ചം കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുവായി പരിണമിക്കും. എന്തുകൊണ്ട്? ഗാഫിലിനെ റബ്ബ് പരിഗണിക്കുകയില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതൊരു പ്രത്യേക കാലമാണ്. ഈ കാലത്ത് വല്ലൊരു പരീക്ഷണം നടക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മല്ലം യഹ്തമ്മ ബിഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു പ്രശ്നം നടക്കുന്ന കാലത്ത് അതിനെ ഒരാൾ ഗൗരവമായി പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമീങ്ങളിലായി അള്ളാഹു എണ്ണുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതൊന്നും കണക്കാക്കാത്ത കുറച്ച് ആളുകൾ ഇപ്പം വൈകുന്നേരമായ ഗാനമേളൊക്കെ നടക്കുന്നുണ്ട്. അവർ ഈ മാനിൽ നിന്ന് അള്ളാഹു തല വിട്ടിട്ടു. അത് കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് വളരെ പേടിക്കണം. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ യാത്രാ സംഘം വന്നു. ഹിജറ വരികയാണ്. ഇങ്ങനെ പള്ളി കയറി. എല്ലാവരും ഒറ്റ പള്ളിയിലുണ്ട്. റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരും ഇങ്ങനെ റസൂൽ അങ്ങനെ പറയാം, കൊടുക്ക് ഇങ്ങനെ കൊടുത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അടുത്തെത്തിയപ്പോൾ ഹബീബ റസൂലുള്ളാഹി അഹൂക സഅദ്, നിന്റെ സഹോദരൻ സഅദാണ്, അൻസാരികൾപ്പെട്ട സഅദിന്റെ മുതലിന്റെ പകുതിയാണ് നിനക്ക്. സഅദേ നിന്റെ മുതലിന്റെ പകുതി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് കൊടുക്കണേ എന്ന് പറഞ്ഞു. ആര്? ഹബീബ റസൂലുള്ളാഹി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മുഹാജിറാണ്, സഅദ് റളിയല്ലാഹു അൻഹു അൻസാരിയാണ്. യാ റസൂലല്ലാഹ്, ഞാൻ കൊടുത്തോളാം, സമിഅനാ വഅതഅനാ, ഞാൻ കൊടുത്തോളാം. പിന്നെ സഅദ് എന്ത് ചെയ്ത്? സഅദ് തന്റെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മുന്നിലുമാണ്, സഅദ് റളിയല്ലാഹു അൻഹു പിന്നിലുമാണ്. അടുത്ത ആളിലേക്ക് റസൂൽ അങ്ങനെ തിരിയുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ബാക്കിൽ നിന്ന് എന്ത് ചെയ്തു? ബാക്കിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ഖമീസ് പിടിച്ചു വലിച്ച് ചെരുവിലേക്ക് ക്ഷണിച്ച്, ചെരുവിൽ കുറച്ച് ഏരിയ ഉണ്ട് പള്ളിയിൽ, ചെരുവിലേക്ക് വലിച്ച്. മനസ്സിലായില്ല? മുന്നിലിരിക്കാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ബാക്കിലാണ് സഅദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു ഫജദബ ഖമീസഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ഖമീസിൽ സഅദ് റളിയല്ലാഹു അൻഹു പിടിച്ചു വലിച്ച് ബാക്കിലേക്ക് മാറും. അങ്ങനെ വയലിൽ തൽപരനായിരിക്കുന്ന നേരത്ത് ബാക്കിലേക്ക് വലിച്ചത് കൊണ്ടും നിന്റെ സഹോദരനാണ് എന്ന് റസൂല പറഞ്ഞത് കൊണ്ടും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വയലിൽ മനസ്സോടുകൂടെ വയലവിടെ നിർത്തിയിട്ട് മെല്ലെ ചെരുവിലേക്ക് ഇറങ്ങി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സഅദിന്റെ അടുത്തേക്ക് പോയി. എന്തേന്ന് ചോദിച്ചു. എന്തൊരു വയലിലേക്ക് ഉണ്ട്. അപ്പൊ പറഞ്ഞു, നേരല്ല, ഇപ്പൊ തന്നെ ബോധ്യാക്കണം, ഇപ്പൊ മുതൽ ബോധ്യാക്കണം. ഞാൻ വയലിൽ നേരല്ല. അന്ത സാഹിബുൽ ഹമ്മി, ഇജ്ജ് വലിയ ഭാഗ്യക്കാരനാണ്. അന്ത താരിഫുനി, ഇജ്ജിന്നെ അറിയിച്ചു. ഞാൻ ആരാന്ന് നിനക്ക് അറിയിച്ചു. എടാ, ഇജ്ജ് വലിയ ഭാഗ്യക്കാരനാ. അന അക്സറുൽ അൻസാരി മാലൻ, അൻസാരികളിലെ ഏറ്റവും വലിയ ധനാഢ്യൻ ഞാനാണ് എന്ന് സഅദ് റളിയല്ലാഹു അൻഹു. ഒന്ന് റളിയല്ലാഹു അൻഹു പറയും. മനുഷ്യന്മാരെ എന്താ ഈ കേൾക്കണേ? എന്റെ മുതൽ ഞാനിതാ പകുതിയാക്കുകയാണ്. പകുതി നിനക്കാണ്, പകുതി എനിക്കാണ്. ഇനി പുറത്തു പോവാ. ബാങ്ങ് തീരുന്നത് വരെ നിൽക്കാനൊന്നും എനിക്ക് ക്ഷമയില്ല. മദീനാങ്ങാടിയിലെ ഏകദേശ പീടികയുടെ വാടകക്കാരൻ ഞാനാണ്. മദീനയുടെ പരിസരത്തെ ഈത്തപ്പന തോട്ടങ്ങളിൽ അനവധി എന്റേതാണ്. ഹൗസിലെയും ഖസ്റജിലെയും ഒട്ടകങ്ങളും ആടുകളും മേയുന്നതിൽ ഏറ്റവും വലിയ ഒട്ടകക്കൂട്ടവും ആടുകൂട്ടവും എന്റേതാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ പകുതിയാക്കാൻ. അതുകൊണ്ട് പകുതി നിനക്കാണ്, പകുതി എനിക്കാണ്. മുതലിപ്പ പകുതിയാക്കുകയാണ് എന്ന് സഅദ് റളിയല്ലാഹു അൻഹു ആരോട് പറഞ്ഞേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? ഇവിടെ 2 ചരിത്രം കാണണം. ഇത് പറയുന്ന സഅദിന്റെ മനസ്സ്. സഅദ് ആരാണ്? മുഅ്മിൻ. സഅദ് ആരാണ്? മുഅ്മിനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മുഅ്മിനാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സഅദിനോട് പറയാണ്, റസൂൽ പറഞ്ഞപ്പോൾ ഞാൻ വഴിപ്പെട്ടു, പക്ഷേ മുതൽ വേണ്ട. ഇന്നേക്കാൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നബിയോട് സമ്മതം വാങ്ങിക്കൊടുത്താലേ എനിക്ക് വേണ്ട. ദല്ലൂനി അല സൂഖി, നിങ്ങൾ അങ്ങാടി പോയിട്ട്, എനിക്ക് കച്ചവടം അറിയുന്ന ആളാണ് ഞാൻ, നിങ്ങൾ അങ്ങാടിയിൽ പോയിട്ട് എല്ലാവരോടൊന്നും പറയാം, ഇത് എൻ്റെ അനുജനായി നബി നിശ്ചയിച്ച അബ്ദുറഹ്മാനാണ്, എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട്
ആരും പ്രശ്നമൊന്നും വേണ്ട, എന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ തരും കേട്ടോ, നിങ്ങളൊന്നിങ്ങനെ ഇന്നൊന്ന് പരിചയപ്പെടുത്തണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ജൂത ക്രൈസ്തവരുടെ മാർക്കറ്റുണ്ട് മദീനയിൽ. നിങ്ങൾ ഇവിടുത്തെ വലിയ മുതലാളിയാണ്, വലിയ ആളുമാണ്, അതുകൊണ്ട് സാധനം വാങ്ങി വിൽക്കാൻ എനിക്കറിയാം, പൈസ ഉണ്ടാക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ നയിച്ചുണ്ടാക്കിയത് എനിക്ക് വേണ്ട. നമ്മളോടിപ്പോ ഒരാൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഇന്നിപ്പോ ഇതിനൊക്കെ പകൽ പറഞ്ഞേ നമുക്ക് 2 മണിക്കാണെങ്കിൽ ഇതിന്റെ മുമ്പാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ ഇപ്പൊ തന്നെ പോകായിരുന്നു. മനസ്സിലായില്ല. ഇനിയിപ്പോ നാളെ നേരം കൊടുക്കുന്നവരെ നിൽക്കണ്ടേ, ആയിക്കോട്ടെ നമുക്ക് നാളെ രാവിലെ പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ പെണ്ണുങ്ങളോട് പറയും, ചെങ്ങായി നമ്മളോട് പറയാൻ കണ്ട് നാട്ടപ്പാതി കഴിഞ്ഞപ്പോൾ നേരം നോക്കുമ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ മനസ്സ് മാറ്റം ഉള്ള വേണം, ഏതായാലും ജാസിനോതും എൻ്റെ മനസ്സ് മാറാതിരിക്കട്ടെ. നിങ്ങളിതൊക്കെ ഒന്ന് ചിന്തിച്ചു. പറഞ്ഞു അല്ല മുതലുണ്ടാ, ആവശ്യക്കാരെമ്പാടുണ്ടാവും, നബിയോട് ചോദിച്ചിട്ട് കൊടുത്താളേ. ഇങ്ങനെ നബി ആദ്യം പറഞ്ഞ വാക്ക് എടുക്കുക, അഹൂയ, അതിന് അഹീന്റെ ആഹാണ്, അബ്ദുറഹ്മാന്റെ ആഹാണ് എന്നല്ല, റസൂൽ നിശ്ചയിച്ച എൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് നിങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിങ്ങൾ പീടിയിൽ വാങ്ങാൻ ചോദിച്ചാൽ കൊടുക്കണേ, അബ്ദുറഹ്മാൻ തരും, ഇല്ലെങ്കിൽ ഞാൻ തന്നോളൂ, ഒന്ന് പറയണേ എന്ന് ആര് പറഞ്ഞു? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ബസ് ഉമ്മിനെ ചിന്തിക്കണം, ചിന്തിക്ക് 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 ചിന്തിക്ക്. എന്തൊരു മാറ്റമാണ് മദീനയിൽ ഉണ്ടായത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ചിന്തിക്കുക, ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവമില്ല. ധനാഢ്യന്മാരുടെ ധനത്തിന്റെ പേരിൽ ധനാഢ്യന്മാർ പാവപ്പെട്ട മനുഷ്യരെ കന്നുകൂട്ടിയപ്പോൾ അതിനെതിരെ വ്യവസ്ഥിതി ഉണ്ടാക്കിയല്ലോ കാറൽ മാർക്സ്. പക്ഷേ കാറൽ മാർക്സിന്റെ രാജ്യത്ത് പോലും ഇങ്ങനെ ഒരു സംഭവമില്ല. ഇങ്ങനെ ഒരു ഉദാഹരണം കമ്മ്യൂണിസത്തിന് പറയാനില്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ ധനം പകുതിയായി കമ്മ്യൂണിസ്റ്റുകാർ ധനാഢ്യന്മാർ പകുതി പാവപ്പെട്ടവർക്ക് കൊടുത്ത ഒരു ചരിത്രം ഇല്ല, നമ്മളെ നാട്ടിലും ഇല്ല. ഇവിടെ ഇപ്പം ഇഷ്ടംപോലെ കമ്മ്യൂണിസ്റ്റുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സ്വന്തം മുതലങ്ങോട്ട് ഊരി വെച്ചിട്ട് നാട്ടുകാർക്കൊക്കെ കൊടുത്തൊരു ചരിത്രം കേരളത്തിലും ഇല്ല. എന്നല്ല, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വലിയ മുതലാളിമാർ പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് നാളങ്ങൾ വരാതാറണ്ട, ഞാൻ വിട്ടു. ചിന്തിക്ക്, വളരെ നിങ്ങൾ ചിന്തിക്കണം. അതൊന്നുമില്ല. എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? വ്യത്യാസം എന്റെ മുഅ്മിനായ മനുഷ്യന്റെ വ്യത്യാസമാണ്, മുഅ്മിനിന്റെയും മുഅ്മിനല്ലാത്തവന്റെയും വ്യത്യാസമാണ്. മുഅ്മിനായ മനുഷ്യൻ മുതവക്കിലാണ്, മുഅ്മിനല്ലെങ്കിലോ മുഅ്മിനല്ലെങ്കിൽ അല്ലാഹുവിൽ മുതവക്കിലല്ല. ഞങ്ങൾക്ക് സൂറത്ത് ഓടിത്തരാം, ആ സൂറത്ത് ചിന്തിക്കാൻ മാത്രം ഉണ്ടാവും. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസത്തിൻ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്നല്ലാഹ അഖ്ലദഹു നല്ല അന്ന മാലഹു അഖ്ലദ. ഈമാനില്ലാത്ത അവരാണ് ഹുമസത്തിൽ ലുമസത്ത്, ഈമാനില്ലാത്ത അഹ്ലുൽ കുഫർ. അല്ലാഹു അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അതിന്റെ വിശദീകരണം ഇപ്പൊ പറഞ്ഞാൽ നേരെ അത് പോകും, അതിലേക്ക് ഇപ്പൊ കിടക്കണില്ല, പിന്നീട് പറയാം. ജനങ്ങളെ ആക്ഷേപിക്കുന്ന, ജനങ്ങളെ മേൽ കുതിര കയറുന്ന തമ്മാടികൾ, ഈമാനില്ലാത്തവര്, അവര് ജമഅ മാലൻ മുതൽ വലിച്ചുണ്ടാക്കും. എന്നിട്ട് യഹ്സബു മുതലുണ്ടായിട്ട് അവൻ വിചാരിക്കും അന്ന മാലഹു അവന്റെ മുതലാണ് അഖ്ലദഹു അവനെ നിലനിർത്തുന്നത് എന്ന്. മനസ്സിലായില്ല? ഇപ്പൊ മുഅ്മിനോ, മുഅ്മിന് മാലുണ്ടാവും, കൊടുക്കാൻ മടി ഉണ്ടാവില്ല. മുഅ്മിനല്ലാത്തവനോ, മുഅ്മിനല്ലാത്തവന് കൊടുക്കാൻ മടിയുണ്ടാകും. എന്തുകൊണ്ട്? എന്റെ മുതലാണ് എന്നെ നിലനിർത്തുന്നത് എന്നാണ് അവന്റെ ധാരണ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. യഹ്സബു അവന്റെ ധാരണ ശരിയല്ല, ധാരണ. അതുകൊണ്ടാണ് യഹ്സബു എന്ന് പറഞ്ഞത്. കല്ലാ, വേണ്ട വേണ്ട, ഒരു മുതലും ഇവിടെ ആരും നിലനിർത്തൂലടാ. കല്ലാ, വേണ്ട വേണ്ടടാ. ചിന്തിക്കണം 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 ചിന്തിക്കണം. ഞാൻ വേറെ സ്ഥലം പറഞ്ഞുതരാം. ഈ സൂറത്ത് വൈലുൽ ലികുല്ലി അല്ലേ പറയും മനുഷ്യന്മാരെ. ശരി, ഇനി വേറെ സൂറത്ത് പറഞ്ഞുതരാം. വേറെ സ്ഥലം പറഞ്ഞുതരാം. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാളൂന അലാ ത്വാമിൽ മിസ്കീൻ وتأكلون التراث أكلا لما وتحبون المال حبا جما كلا كلا
യതീമിനോട് ഒരു ഔദാര്യവും നിങ്ങൾ കാണിക്കുകയില്ല. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കുകയുമില്ല. അനന്തര സ്വത്തും അവകാശികൾക്ക് കൊടുക്കാൻ നിങ്ങൾ വീഴുന്നു. എല്ലാം മുതലും നിങ്ങൾ നിങ്ങളുടേതാക്കിയിട്ട് വെട്ടിവീഴും, നിങ്ങളുടേതാക്കാൻ പണിയെടുക്കുകയും ഇഷ്ടപ്പെടുകയും. വേണ്ടടാ, ഇതാ ദുഃഖത്തിലാണത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തിരിച്ചു ഒരു വേറൊരു സ്ഥലം, എത്രയോ സ്ഥലം കാണാം. ചിന്തിക്ക്, നിസ്കാരം സ്വീകരിക്കൂല തവക്കുലില്ലാതെ. فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. യതീമിന്റെ അവകാശം കൊടുക്കൂല, മിസ്കീന്റെ അവകാശം കൊടുക്കൂല. എന്നിട്ടോ നിസ്കരിക്കാൻ വരും ചില ആളുകൾ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, അത്തരം നിസ്കാരക്കാരൻ നരകത്തിലാണ്. എന്റെ തവക്കുലില്ല, തവക്കുലുണ്ടെങ്കിൽ ഇത് കൊടുക്കുമല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിൽ എന്തുകൊണ്ട് ഒരു മുതൽ കൊടുത്തില്ല? തവക്കുലില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനായ മനുഷ്യൻ മുതവക്കിലാണ്. എന്തും കൊടുക്കും, എന്തും കൊടുക്കും, ഇത് കൊടുക്കും, ഏത് നന്മയുടെ മാർഗത്തിലും കൊടുക്കും. അവരെ ഒരു മടിയുമില്ല അവർക്ക്. എന്തുകൊണ്ട്? റബ്ബിൽ മുതവക്കിലാണ്. ഒരു മുതലിന് വേണ്ടി മാത്രം പറഞ്ഞൊരു വർത്താനല്ല ഇത്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. കിട്ടിയില്ലാണോ? കിട്ടിയില്ല. മുതലും മുഅ്മിനായ മനുഷ്യനും വഹിക്കുകയി. എല്ലാവർക്കും കിട്ടി, അവന് കിട്ടിയില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മുഅ്മിനല്ലെങ്കിൽ അവൻ ഇവിടെ എത്തുന്നത് വരെ അസൂയ പറഞ്ഞുകൊണ്ടിരിക്കും. മുഅ്മിനായ മനുഷ്യൻ പറയും, എന്ത് എനിക്കതിൽ ഖൈറുണ്ടാവില്ല, എനിക്ക് ഇത് കിട്ടാതിരിക്കലായിരിക്കും ഖൈറ്. പറയല്ലേ, കിട്ടാതിരിക്കലും അതിൽ ഖൈറുണ്ടാവില്ല, കിട്ടാതിരിക്കലും ഖൈറ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ തന്നെയല്ലേ? അല്ലാതെ നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു ബോധം. നേരം വെളുത്തിട്ട് ഒരു റുപ്യക്ക് കച്ചവടം ചെയ്യാത്ത ചില വയസ്സന്മാരായ അറബികളുടെ കടയിൽ കയറിയിട്ട് ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവമുണ്ട്. ഒരു കച്ചവടം അവിടെ നടന്നിട്ടില്ല എന്ന് അവിടുത്തെ പെരുമാറ്റം കണ്ടാൽ അറിയാം. നേരം വെളുത്ത് സുബഹി നിസ്കരിച്ചാൽ അയാൾ ഇരുന്നിട്ട് ഖുർആൻ തുടങ്ങും. ഒരു പീടിക്ക് ആൾ കയറൂല, ഉച്ച വരെ മനുഷ്യൻ കയറിയിട്ടുണ്ടാവില്ല. നമ്മളവിടെ ഒരു സാധനത്തിന് എന്നാണ് ബാബാ കൈഫശുവൽ എന്ന് ചോദിച്ചാൽ പറയും അൽഹംദുലില്ലാഹ്, അല്ലാഹു കരീം, അൽഹംദുലില്ലാഹ് പറയല്ലേ. ഇത് കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് കയ്യൊക്കി. ഇത് എത്ര ആൾ അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ട്? ഒരു ഉറപ്പാണ്, ഇന്ന അല്ലാഹു ചെയ്യിപ്പിക്കും. അതിന്റെ പിന്നെ ഇത് അല്ലാഹു പറഞ്ഞ പണിയാണ്. നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു ബേജാറുമില്ല. എന്തുകൊണ്ട്? അവരെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, മുഹമ്മദ് മുസ്തഫ. ആ മുത്തുനബിയിൽ നിന്ന് അവർക്ക് ലഭിച്ച ഇർസാണത്. അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വരണം. അനുഗ്രഹദാതാവും സംരക്ഷിക്കുന്നവനും അല്ലാഹു തന്നെ. ഒരു പേടിയും വേണ്ട. അല്ലാഹുവിലേക്ക് വസീഖായ കയറുകൊണ്ട് കെട്ട്, അല്ലാഹുവിലേക്ക് വസീഖായ കയറുകൊണ്ട് നമ്മളെ നഫ്സിനെ നമ്മൾ കെട്ടണം. ഇവിടെ തന്നെ അങ്ങനെയാണല്ലോ. എന്ത്? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. ഇന്നഹും അൽ-കഹ്ഫ് പറഞ്ഞോർത്തും ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയത്തിൽ നമ്മൾ ശക്തമായി ബന്ധിച്ചു. ഇത് ഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഭയങ്കര കെട്ടുകെട്ടി ആയുമായി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ ചിന്തിക്കണം. ചിന്തിക്ക്. ഒരു പേടി പിടിക്കണ്ട. എന്ത് പിടി? മുഅ്മിനായി നിലനിൽക്കണം. മുഅ്മിനായി നിലനിൽക്കണം. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ മുഅ്മിനെ ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ എന്തുണ്ടാവും? കള്ള നാണയവും നല്ല നാണയവും തിരിച്ചറിയുന്ന ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ഗൗരവമായി മനസ്സിലാക്കണം.
ഇവിടെ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പരീക്ഷണ കാലത്തെയും നിസ്സാരവൽക്കരിക്കുന്ന പരിഗണിക്കാത്ത ഗാഫിലീങ്ങളുണ്ട്. അവര് ഒന്നിരിക്കൽ അള്ളാഹു വെളിച്ചം കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുവായി പരിണമിക്കും. എന്തുകൊണ്ട്? ഗാഫിലിനെ റബ്ബ് പരിഗണിക്കുകയില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതൊരു പ്രത്യേക കാലമാണ്. ഈ കാലത്ത് വല്ലൊരു പരീക്ഷണം നടക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മല്ലം യഹ്തമ്മ ബിഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു പ്രശ്നം നടക്കുന്ന കാലത്ത് അതിനെ ഒരാൾ ഗൗരവമായി പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമീങ്ങളിലായി അള്ളാഹു എണ്ണുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതൊന്നും കണക്കാക്കാത്ത കുറച്ച് ആളുകൾ ഇപ്പം വൈകുന്നേരമായാൽ ഗാനമേള കണക്കുന്നുണ്ട്. അവർ ഈ മാനിൽ നിന്ന് അള്ളാഹു തല വിട്ടിട്ട് പോകും. അത് കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് വളരെ പേടിക്കണം. ഇത് വളരെ പേടിക്കണം. അത് വളരെ പേടിക്കണം. ശ്രദ്ധിക്കണം. ചിന്തിക്ക്. നട്ടപ്പാലക്കും പണ്ട് കളിക്കാൻ നടക്കുക. നട്ടപ്പാലക്കും പണ്ട് കളിക്കുക. നിങ്ങൾ എടവണ്ണപ്പാറയും പരിസരത്തും ഈ അടുത്ത ദിവസം പോലും ഞാൻ സാക്ഷിയാണ്. നട്ടപ്പാതിരയും പണ്ട് കളി. നിങ്ങളെ എടവണ്ണപ്പാറയിൽ പരിസരത്തും ഈ അടുത്ത ദിവസവും ഞാൻ സാക്ഷിയാണ്. നട്ടപ്പാറത്തിൽ പന്തിര കളി. എന്തുകൊണ്ട്? ഇതിൽ പരീക്ഷണ കാലമാണ്. പരീക്ഷണ കാലത്തിൽ ഇസ്ലാം മുസ്ലിം സമുദായത്തിന് പരീക്ഷണം വരുമ്പോൾ അവൻ അത് പരിഗണിക്കുമെങ്കിലും വേണം. എന്ന് മുഹമ്മദ് മുസ്തഫ. മുസ്ലിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരാൾ അതിനെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവനെ മുസ്ലിമായി എണ്ണുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. കള്ള് കുടിച്ചാലും ചിലപ്പോൾ കള്ളുടിയനായിരിക്കും, പക്ഷെ പ്രശ്നകാലത്തും പ്രശ്നം ഗൗരവമായി കാണും. അങ്ങനത്തെ ആളുകൾ പണ്ടുണ്ടായിരുന്നു. കള്ളുകൂടി ഇന്നും തുടങ്ങിയൊന്നുമല്ല, കള്ള് കുടിക്കാൻ വേണ്ടി പറയുമല്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അയാളെ ബാഗ് കേട്ട അന്ന് മുതലാണ് ഞാൻ കൂടി തുടങ്ങിയെന്ന് വിചാരിക്കണ്ട. കള്ള് ഇന്ന് രാവിലെ കുടി തുടങ്ങിയതല്ലടോ, പണ്ടേ ഉള്ളതാ കള്ള്. അത് കുടിക്കുന്നവർ പണ്ടുണ്ട്. അതിന് അള്ളാഹു തആല ഇൻഷാ അദബ വഇൻഷാ ഗഫറ. അങ്ങനെ തന്നെയല്ലേ? പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ ശിക്ഷിക്കും. നിയമം അങ്ങനെ തന്നെയല്ലേ? പക്ഷെ കാഫിറാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാഫിറാവില്ല. ചില ഉണ്ട്. ഹൗദിൽ ചാണകം കലക്കി ഒരു നാട്ടിൽ ആരോ വികൃതികള് ചാണകം കലക്കി. ഒരു നാട്ടിൽ, നമ്മളെ മലബാറിലെ ഒരു പ്രദേശത്ത് ഒരു ഘട്ടത്തിൽ ഒരു ഹൗദിൽ ചാണകം കലക്കി ഏതോ വികൃതികൾ. അപ്പോൾ പിന്നെ എന്തോ പ്രശ്നം ഉണ്ടാവുമെന്ന് കണ്ട് പള്ളി പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ബേജാറായി. ജമാഅത്ത് പോലും മുടങ്ങി, വലിയ വിഷയമായി. അപ്പോൾ അങ്ങാടിയിലെ രാവുമ്പോലും കുതിര കളിക്കണ കുറച്ച് ആളുകളുണ്ട്. ഇവർക്ക് ബേജാറായി. ഇവർ ഇക്കാലം വരെ ജുമാക്കല്ലാതെ ജമാഅത്തിന് വരാത്ത മഹല്ല് എനിക്കറിയാം, ഇവിടെ പരിസരത്തുണ്ട്, പിന്നെ ആ മഹലിന് പറയാൻ പാടില്ല, എന്നോട് പറയാതെ കാണും. ഒറ്റയ്ക്ക് ചോദിച്ചാൽ പറയാം. ഒറ്റയ്ക്ക് ഞാൻ ചോദിച്ചാൽ ഒരാൾ ചോദിച്ചാൽ പറയാം മഹലിൻ്റെതാണ്. അവരെന്നെ പലപ്പോഴും അത് പ്രസംഗിക്കാറുണ്ട്. അവരെ പിൽക്കാലത്ത് മുസ്ലിം നേതാക്കൾ ഉണ്ടായിട്ട് എൻ്റെ മഹലിൽ നടന്ന കാലത്ത് ആ നേതാക്കൾ എന്നെ പ്രസംഗിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുമാണ്. ഒരു മഹലിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി. ചാണകം കലക്കിയാരോ വികൃതികൾ. അപ്പൊ എന്തായി? ജമാഅത്തിന് വരുന്നവർക്ക് എന്നെ പേടിയായി. ഇവിടെ എന്തോ നടക്കോ പേടിയായി. ജമാഅത്തിന് വരുന്നവരൊക്കെ പരിനിസ്കരിച്ച്. അങ്ങാടിയിൽ കുറച്ച് കുണ്ടന്മാരുണ്ടായിരുന്നു. പള്ളിയില്ല, മദ്രസയില്ല, മദ്രസ നൂറുമില്ല, ഒന്നുമില്ലാതെ നടക്കുന്ന ആളുകൾ. ഓരനൊന്ന് ഒരാളെ കുത്തരുന്നു. ഓല് 3 ദിവസം അവിടെ കുത്തരുന്നു. എവിടെ ഇന്ന് അതൊന്ന് കാണണമല്ലോ. പള്ളിയിലെ ഔന്നിൽ ചാണകം കലക്കാൻ പറ്റിയ ആൺകുട്ടികളുണ്ടെങ്കിൽ എന്നാൽ അതൊന്ന് കാണണം. എന്നാൽ അങ്ങനെ വരും. അങ്ങനെ ഞങ്ങൾ അതൊന്ന് കണ്ടിട്ട് തന്നെ പണിയെന്ന് പറഞ്ഞു ഒരാൾ. എനിക്ക് തോന്നും പലപ്പോഴും അവർക്ക് ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റും പുറത്തു പോകാൻ അനുമതിയാവും. അഹ്ലുൽ ജന്നത്തി സലാസ, സ്വർഗ്ഗക്കാർ 3 വിഭാഗം ആളുകളാണ്. അൽ മുഹ്സിനു, ഒരു നന്മ ചെയ്യുന്നവൻ. 2 അൽ മുഹിബ്ബു ലഹു, അതിനെ സഹായിക്കുന്നവൻ. 3 വൽ ഖാഫു അൻഹു, അതിനൊരു പ്രതിസന്ധി വരുമ്പോൾ തടയാൻ ചെന്നവൻ. ഇവൻ നന്മ ചെയ്തിട്ടില്ല, നന്മ ചെയ്യുന്നവർക്ക് ഇതാ പോക്കറ്റിലിടാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്നാ അതൊന്നും കാണണമല്ലോ പറഞ്ഞു. എന്നാ നമ്മളെ ഓരോരുത്തരും മയ്യത്താക്കിയിട്ടല്ലാതെ ഇവിടെ നടക്കൂലാറും. മനസ്സിലായില്ല. ഇവൻ പിന്നില്ല, മനസ്സിലായില്ല. പിറ്റേന്ന് അപ്പണി നിർത്തി അവളൊക്കെ വൃത്തിയാക്കി നന്നായി ജമാഅത്ത് തുടങ്ങി. പിറ്റേന്ന് വന്നോ? ഇല്ല, വരൂല്ല. നീ ഓലങ്ങൾ എളിയാക്കും വേണ്ട, ഓലിമ കിട്ടി വയ്ക്കും. നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെ നടക്കാൻ വേണ്ടി പറയല്ലട്ടാ, അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പരിഗണിക്കണം. ഇത് ഒരു ബോധമില്ല.
ഒരു ബോധമല്ല. സമുദായത്തിന്റെ പ്രതിസന്ധികളുടെ ഘട്ടമാണിത്. ആ സമയത്തും രാത്രി 12 മണി 1 മണിക്ക് നിങ്ങൾ എടവണ്ണപ്പാറ പരിസരത്ത് പന്ത് കളിക്കുന്ന ഗ്രൗണ്ട് എനിക്കറിയാം. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ രാത്രി കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് സഹിക്കാൻ കഴിയില്ല. നാട്ടിലെ ആജ്യന്മാരും മൂല്യന്മാരെയും വലിയ മാന്മാരുടെ ഒക്കെ മക്കളാകാം, നടക്കൂല. ഒരു പ്രതിസന്ധിയുടെ സമയത്ത് മുസ്ലിം സമുദായത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ സമയത്ത് പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമായി അള്ളാഹു ഗണിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഉമ്മത്തുൽ ഇസ്ലാം എന്ന ലിസ്റ്റിൽ നിന്ന് നമ്മളെ പേര് വെട്ടും. അത് പ്രശ്നമാണ്. കള്ളുടിയൻ എന്ന ലിസ്റ്റും ചിലപ്പോൾ ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട്. ഇന്നലിക്കുല്ലി നബിയിൻ ദഅവതൻ മുസ്തജാബ ദഅു ബിഹാ ഇല്ലാ അനാ ഖബഅതു ദഅവതി ശഫാഅത്തൻ ലിഅഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി സ്വഹീഹുൽ ബുഖാരി. എല്ലാ നബിമാർക്കും ഒരു പ്രത്യേക ദുആയുണ്ട്. ആ ദുആ ചെയ്താൽ ഉടനെ അല്ലാഹു അത് നടപ്പിലാക്കും. ദഅു ബിഹാ, ഏത് നബിയും ആ ദുആ ചെയ്തിട്ടുണ്ട്. ഇല്ല അനാ, ഞാൻ ആ ദുആ ചെയ്തിട്ടില്ല. ഖബഅതു ദഅവതി, എൻ്റെ ദുആ ഞാൻ പാത്തു വെച്ചിരിക്കുകയാണ്. ശഫാഅത്തൻ ലിഅഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ വൻദോഷം ചെയ്ത ആളുകൾക്ക് അല്ലാഹു നരകം വിരിക്കുമ്പോൾ പറ്റൂല റബ്ബേ, അവരെൻ്റെ സമുദായത്തെ ഒരു സമയത്ത് പരിഗണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഉള്ളിലാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഇതെനിക്കടാ മൂല്യന്മാരങ്ങനത്തെ ഹരിയത്തിൽ ചോദിക്കുന്നവരോട് അതിൽ കള്ളുടിയാനും പെടും. നാളെ മുതൽ കള്ളുടിക്കാൻ പറ്റുള്ള ലൈസൻസ് തരല്ല. അവരും നാളെ സമുദായ സ്നേഹം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. കള്ളുടിക്കാൻ വേണ്ടി പറയല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഞാൻ ഖുത്ബോദിന്നൊരു മഹലിൽ ഇങ്ങനത്തെ ഒരു ഹദീസ് എന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ആജാദി ഹദീസ് നിങ്ങൾ പറയല് ഉസ്താദ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആചാര്യ മത്സരം നബിക്ക് നമ്മൾ കാണുമ്പോൾ പറഞ്ഞുകൊണ്ട് നബി നിങ്ങൾ ഈ ജാതി ഹദീസൊന്നും പറയേണ്ടിയിരുന്നില്ല. കാരണം നബി പറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മൾ പറയേണ്ടിയിരുന്നത്. നബി പറഞ്ഞ നമ്മൾ മറച്ചേക്കാൻ പാടില്ലല്ലോ. മറച്ചാൽ അവസാനം അള്ളാഹുന്റെ കോടതിയിൽ വെച്ച് നമ്മളെ ഇൽമ മറച്ചാൽ അള്ളാഹു തആല നമ്മളെ തീയിന്റെ വളയം അണിക്കുന്നില്ലേ? ഹദീസിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞങ്ങൾ മൂല്യന്മാരിൽ എന്തിനാ പറയുന്നത്? ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. പിന്നെ ഏത് വാപ്പാനെ പിടിച്ചാ പറയാതിരിക്കുന്നത്? ഹദീസ് അങ്ങനെ തന്നെയാ. ഏതൊരു നബിക്ക് ഒരു ദുആ ഉണ്ട്. എല്ലാ നബിയും ആ ദുആ ചെയ്തിട്ടുണ്ട്. ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു? ഖബഅതു ദഅവത്തിന്റെ ദുആ ഞാൻ പാത്തു വെച്ചു. ശഫാഅത്തൻ ലിഅഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ വൻദോഷം ചെയ്ത് പരാജയപ്പെട്ട ആളുകൾ നരകത്തിൽ പോകുമ്പോൾ തിരിച്ചു വിളിക്കാൻ അള്ളാഹ് പറയും, അവനൊന്നുമില്ല, അവൻ കള്ളുടിയാനാണ്, മോശപ്പെട്ടു, അള്ളാഹു കാക്കട്ടെ. റസൂൽ പറയും, പറ്റൂല പ്രശ്നം. അതിൻ്റെ കുട്ടികളാണ്. അവരൊരു ഘട്ടത്തിൽ എൻ്റെ സമുദായത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ ഗൗരവമായ വിഷയത്തിൽ സമുദായത്തിനൊപ്പം നിന്നിട്ടുണ്ട്. അവരെ പോകുന്നത്, അവർ നരകത്തിൽ പോകുന്നത് കാണാൻ എനിക്ക് കഴിയൂല എന്ന് ആര് പറയും? റഹീമുൽ ഖൽബായ ആര് പറയും? മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതിനാടാ ഞാനിത് പറയുന്നത്. മറിയമ്മിന്റെ മുന്നിൽ കുട്ടി മുളച്ചാൽ മറിയമ്മിന്റെ കുട്ടിയാവില്ല, മറിയമ്മിന്റെ വയറ്റ് കൂടി പുറത്തു വരണം. അപ്പം എല്ലാവർക്കും ഉള്ള പടം വേദന മറിയമ്മിനുണ്ടാവും. അതുകൊണ്ടാണ് വേഗം ഉണങ്ങിയ ഈത്തപ്പന നിങ്ങൾ മേപ്പിട്ട് നോക്കിയിരിക്കണം. എന്തേ? മറിയമ്മ പ്രസവിച്ചല്ലേ, വേദന സഹിച്ച് പ്രസവിച്ച തന്നെയാണ് ആരും. മറിയമ്മിന്റെ മുന്നിൽ പാറയിലെ കുട്ടി മുളച്ചാൽ അത് മറിയമ്മിന്റെ കുട്ടിയാവോ? ഖുർആൻ നിറച്ച് ഈസബിനു മറിയം എന്നല്ലേ പറഞ്ഞ്, മറിയമ്മിന്റെ കുട്ടി. അപ്പൊ പ്രയാസം ആർക്കുണ്ട്? മറിയമ്മിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഈത്തപ്പനെ പിടിച്ചു കുലിക്കാൻ അള്ളാഹു കൽപ്പിച്ചില്ലേ മറിയമ്മിനോട്? പിടിച്ചു കുലിപ്പിയപ്പോൾ സമൃദ്ധമായ ഈത്തപ്പഴവും വന്നു. പിന്നെ തിന്നാനും കുടിക്കാനും പറഞ്ഞു. വേദനിച്ച് കുട്ടി കിട്ടി. ഞാൻ പെണ്ണിന് വേണ്ടി പ്രസവരക്ഷയാണ്. പെറ്റ പെണ്ണിന് പ്രസവരക്ഷ കൊടുക്കണ്ടേ? അതാണ് ഫകുലി വഷ്റബി വഖർരി ഐനാ. മാ മിൻ ശജറത്തിൻ അക്രമു ഇൻദല്ലാഹി മിൻ ശജറത്തിൻ വളഅഹാ മിൻ ശജറത്തിൻ വളഅത തഹ്തഹാ മറിയം ഇബ്നത്തു ഇമ്രാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. മറിയം
ഈസയെ പ്രസവിച്ച മരത്തിന്റെ ചുവടിനേക്കാൾ ബഹുമാനിക്കേണ്ട ഒരു മരം വേറെ ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മാ മിൻ ഷജറത്തിൻ അക്റമു ഇൻദല്ലാഹി മിൻ ഷജറത്തിൻ വളഅത തഹ്തഹാ മറിയം ഇബ്നത്ത് ഇമ്രാൻ. ഇമ്രാന്റെ മകൾ മറിയം പ്രസവിച്ചിട്ടുണ്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ. ആ മരത്തെക്കാൾ ബഹുമാനിക്കേണ്ട ഒരു മരം ഭൂമിയിലില്ല. ഏതാ മരം? ഈത്തപ്പന. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? എന്തുകൊണ്ട് അത്ര പ്രയാസം അനുഭവിച്ചു? പ്രയാസം അനുഭവിക്കേണ്ടി വരും. പ്രയാസം അനുഭവിക്കണ്ടല്ലോ. ഉറപ്പായിട്ടും പ്രയാസല്ലേ? എന്തിനാ പ്രയാസം ചിന്തിക്കണം. പ്രയാസം എന്തിനാണ് എന്ന് ചിന്തിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു ഒരു പ്രതിസന്ധി നൽകും. അത് അവനെ നശിപ്പിക്കാനല്ല, അവനെ ശുദ്ധീകരിക്കാനാണ്. ആ പ്രശ്നം കഴിയുമ്പോഴത്തിന് അവൻ ശുദ്ധീകരിക്കപ്പെട്ട് വെള്ളിയെ പോലെയാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു പ്രശ്നം വന്നു, അപ്പൊ എല്ലാവരും ദ്വായും കരച്ചിലും അല്ലാഹ് അങ്ങനെ ഉണ്ടായി. ആ പ്രശ്നമൊക്കെ കുറച്ചാലും കഴിഞ്ഞപ്പോൾ പോയി. അപ്പൊ നമ്മളും ശുദ്ധീകരിക്കപ്പെട്ട വെള്ളിയെ പോലെ എല്ലാ ദോഷമൊക്കെ പോയി. നല്ല അപ്പൊ പ്രശ്നം ഒരു ആവശ്യമായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിലപ്പോ പ്രശ്നം ആവശ്യവും. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ലാഹു എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. അതിൽ സമുദായത്തിൽ ഒരു ഖൈർ ഉണ്ടായിരിക്കും. ആ ഖൈറനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അല്ലാഹുവിലേക്ക് തളർവാകണം, അല്ലാഹുവിലേക്ക് പൊട്ടിക്കരയണം, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ധനാഢ്യന്മാര് സാധുക്കളായ ആളുകൾക്ക് സ്വതക്ക ചെയ്ത് ദ്വാർപ്പിക്കണം. ഇപ്പൊ ചെയ്യേണ്ട പണികളിൽപ്പെട്ട ഒന്നാണത്. പാവപ്പെട്ട പെണ്ണുങ്ങൾ വയസ്സത്തികളൊക്കെ ഉണ്ടാവും. അവരടുത്ത് 10 റുപ്യ ഉള്ളവരൊക്കെ കൊണ്ട് പൈസ കൊടുക്കുക, ദ്വാർപ്പിക്കുക. എത്തിമക്കളെ പോറ്റുന്നവർക്ക് പൈസ കൊടുക്കുക, ദ്വാർപ്പിക്കുക. പാവപ്പെട്ട വിധവകളെ കൊണ്ട് ദ്വാർപ്പിക്കുക. വയസ്സന്മാർ മരുന്നും അങ്ങനെ കുടുങ്ങിയവരുണ്ടാവും. നമ്മുടെ സമുദായം ബുദ്ധിമുട്ടിനാണ്. നിങ്ങളൊന്ന് ദ്വാർക്കി. മനസ്സിലോണ്ട് പറഞ്ഞത്? കയ്യൊന്ന് പൊന്തിച്ചാൽ അറശ് പോലും വറക്കുന്ന ദ്വാരക്ക കഴിയുന്ന ആളുകൾ ഇന്നും ഭൂമിയിലുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുതലാളിമാരുടെ കയ്യിൽ പൈസ ഉണ്ട്, എന്ത് ചെയ്യണം? മുതലാളിമാരുടെ കയ്യിൽ പൈസ ഉണ്ട്, ചെയ്യണം. ആശുപത്രിക്ക് നടന്നു നോക്കുക, കുടുങ്ങിയവന് പൈസ കൊടുക്കുക. ഏത് ജാതിയായാലും ചിലപ്പോൾ ജാതി ഏതായിക്കോട്ടെ കുട്ടി, വേദനിക്കുന്നവനല്ലേ? അമ്പിയാക്കളെല്ലാം റഹീമുൽ ഖൽബാണ്. അവർ ജാതി മതം നോക്കാതെ കരുണ ചെയ്യുന്നവരാണ്. അമ്പിയാക്കളും ഔലിയാക്കളും റഹീമുൽ ഖൽബാൻ. ജാതി മതം നോക്കാതെ കരുണ ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. ആ പണി നമ്മളും ചെയ്താൽ അല്ലാഹുവിന്റെ തൃപ്തി വരും, പ്രശ്നങ്ങൾ പരിഹരിക്കും. നമ്മൾ ആരാകും? കൽഫില്ലത്തിൽ മുസഫ്ഫാ, ശുദ്ധീകരിക്കപ്പെട്ട വെള്ളിയപ്പരവും. എന്നാൽ മുനാഫിഖീങ്ങളായ കപട വിശ്വാസികൾ ഉണ്ടാവും. അവൻ കൽബഈരി, അവൻ പ്രശ്നം ഉണ്ടായാലും പ്രശ്നം കഴിഞ്ഞാലും കൽബഈരി, ഒട്ടകത്തെ പോലെയായിരിക്കും. അഖലഹു അഹ്ലുഹു ثم അർസലുഹു ലം യദ്രി ലിമ അർസലുഹു വലം യദ്രി ലിമ അഖലുഹു വലം യദ്രി ലിമ അർസലുഹു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈമാനില്ലാത്ത ചില സമുദായ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അവര് ഒരു പ്രശ്നം വന്നു പോയാലും കൽബഈരി, ഒട്ടകത്തെ പോലെയായിരിക്കും. അഖലുഹു അഹ്ലുഹു, ഏതോ നല്ല വിള കടിച്ചപ്പോൾ ഒട്ടകത്തെ വീട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടു. വാഴക്ക് കടിച്ച്, തെങ്ങിന് കടിച്ച്, അപ്പോൾ പൊരക്കാർ ഒട്ടകത്തെ പിടിച്ച് കെട്ടിട്ട് സുമ്മാർസലുഹു, പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് കയറേച്ച് വിട്ടു. അപ്പൊ പിന്നെ അതാ വായിക്കനോ ഫലം എതിരി ലിമ അഖലുഹു വലം എതിരി ലിമ അർസലുഹു. എന്തിനാ കെട്ടിയെന്നും അതിനറിയില്ല, എന്തിനാ പായിച്ചിട്ടൊന്നും അതിനറിയില്ല. അതാണ് മുനാഫിഖ് എന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിൻ അങ്ങനെയല്ല. മുഅ്മിനെ പ്രശ്നം കാണുവാൻ നമ്മളെത്തി തെറ്റുണ്ട്. ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തെറ്റില്ലേ? നമ്മൾ തെമ്പെടുത്തിട്ടുണ്ട്. പല തെറ്റുകളുണ്ട്. അഹങ്കാരം, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. അഹങ്കാരം, വാക്കിൽ അഹങ്കാരം, പ്രവൃത്തിയിൽ അഹങ്കാരം. സാധുക്കളെ പരിഗണിക്കാതിരിക്കുക, സക്കാത്ത് മര്യാദയ്ക്ക് കൊടുക്കാതിരിക്കുക. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മുസ്ലിമീങ്ങൾ സക്കാത്ത് കൊടുക്കാൻ കഴിയുന്ന സ്റ്റേറ്റാണ് കേരളം. മലപ്പുറം ജില്ലയിലെ മുസ്ലിം മുതലാളിമാർ 2 കൊല്ലം സക്കാത്ത് കൊടുത്താൽ ദാരിദ്ര്യല്ലേ പൊന്നാര ഉസ്താദ്. നിങ്ങൾ കേട്ടോളി, സക്കാത്ത് വാങ്ങാൻ പറ്റിയൊരു മനുഷ്യൻ മലപ്പുറം ജില്ല ഉണ്ടാവില്ല. 2 കൊല്ലം. പിന്നെ ലോഡ് മണി കയറ്റിക്കൊണ്ടിരും പുറത്തേക്ക്. 2 കൊല്ലം മലപ്പുറം ജില്ലയിലെ മുസ്ലിം മുതലാളിമാർ 2 കൊല്ലം അള്ള പറഞ്ഞ കൃത്യത്തിന് 2 കൊല്ലം സക്കാത്ത് കൊടുത്താൽ 3-ാമത്തെ കൊല്ലം സക്കാത്ത് കൊടുക്കാൻ പറ്റിയ ആൾ ഈ നാട്ടിൽ ഉണ്ടാവില്ല. അത് ഞാൻ മുതലാളിമാർ തയ്യാറാകുകയാണെങ്കിൽ എനിക്ക് പറയാണ്ട്, ഞാൻ
കഴിഞ്ഞ ഒരാഴ്ച മുതലാളിമാരെ ഒരു യോഗത്തിൽ പറഞ്ഞ് നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചാൽ കൊടുക്കരുത്. കാരണം ഓരോ സാധുവിനും 20-25 ലക്ഷം ഒക്കെ കിട്ടണ്ടാവും. ഒരു പൈസ കിട്ടിയ ബോധം കിട്ടുമോ? കാരണം 1 കോടി റുപ്യക്ക് 2.5 ലക്ഷം ഒക്കെ തുടങ്ങണം കൊല്ലത്തിൽ. 10 കോടിയാണെങ്കിൽ 25 ലക്ഷം ഒക്കെ തുടങ്ങണം. 10 കോടിയൊക്കെ സാധാരണ പെട്ടിപ്പിടിയക്കാരൻ്റെ കച്ചവടം കാലപ്പോൾ 50 കോടി 40 കോടി 100 കോടി 150 കോടി 200 കോടി 4 കൂടി ഒരു കമ്പനി ഉണ്ടാക്കി ഒരു 200 കോടി 150 കോടി 150 കോടി അവിടെ കൂടി ഇവിടെ കൊടുക്കണേ. ഇത് ഓരോ മഹല്ല. പണ്ട് ഒരു മഹലിൽ സക്കാത്ത് കൊടുക്കേണ്ട ഒരു 1-2 ആള്, വാങ്ങേണ്ട ഒരു 98%. ഇന്ന് ഒരു സക്കാത്ത് മഹലിൽ കൊടുക്കേണ്ട ഒരു 80%, വാങ്ങേണ്ട ഒരു 20%. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്ക് ചിന്തിക്കണം. ഇത്തെ കാര്യം അല്ലാഹുവിനറിഞ്ഞോയി. സക്കാത്ത് കൊടുക്കാതെയായാൽ സുൽത്താൻ നമ്മുടെ മേൽ അല്ലാഹു അക്രമിയാക്കും. ഇദാ വളിബല്ലാഹു അലാ ഖൗമിൻ, ഒരു ജനത്തിന്റെ മേൽ അല്ലാഹുക്ക് കോപം വന്നാൽ യുസല്ലിത്തുല്ലാഹു അലൈഹിം അൽവാലിമ, അക്രമിയെ പിടിച്ച് ഭരണാധികാരിയാക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ പ്രശ്നം എവിടെയാ? നമ്മളടുത്ത് സക്കാത്ത് 25 പെരിക്കരി വരുന്നവർക്ക് 30 കൊടുക്കലാണോ? വരുന്നവർക്ക് 100 റുപ്യ അങ്ങനെ കൊടുത്ത് 25 പേരിൽ വന്ന് റമദാൻ 25 അന്ന് പേരിൽ വരുന്നവർക്കൊക്കെ ഒരു 100 റുപ്യ കൊടുത്തു. ഞാൻ 500 കൊടുത്തവൻ വലിയ കൊടുതിക്കാരനാ. 500 റുപ്യ 100 ആൾക്ക് കൊടുത്താൽ വൈകുന്നേരം വരെ എന്റെ ഗേറ്റും തുറന്ന് കരയെന്ന് ഗേറ്റ് ഇറങ്ങി ഒച്ച ഉണ്ടാക്കി നാട്ടുകാരൊക്കെ കാണുന്ന കുളത്തിൽ ഇപ്പം കൊടുത്താൽ 100 ആൾക്ക് 500 റുപ്യ കൊടുത്താൽ എത്ര റുപ്യ കൊടുക്കും? 50,000 കൊടുക്കും. എത്ര പേര് കൊടുക്കാനുള്ളത്? മഞ്ചേരി അങ്ങാടിൽ വലിയ ഫ്ലാറ്റൊക്കെ ബെൻ്റാണ്, അവിടുത്തെ കച്ചവടമൊക്കെ ബെൻ്റാണ്. അരിക്കൂടും അങ്ങനെ തന്നെയാണ്, ഇവിടെ അങ്ങനെ തന്നെയാണ്. നാട്ടിലെ ജ്വല്ലറി ഒക്കെ ഓൻ്റെ തന്നെയാണ്, ഒക്കെ ഓന് ഷെയറാണ്. എത്രയോ കൊടുക്കാനുള്ളത്? ഓൻ ഓരോ കൊല്ലം 40 ലക്ഷം 50 ലക്ഷം കൊടുക്കാനുള്ളത്. എത്രയും കൊടുത്ത് 50,000 റുപ്യ. പിന്നെ ഓനും ഓൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും കൂടി അവിടെ ഉമ്രക്ക് പോയി. മൂല്യന്മാരൊക്കെ ഒന്ന് പിടിച്ച് നാറ്റി ഒറ്റ പോക്ക്. ഹജ്ജ് ഉമ്രയും കഴിഞ്ഞ് റമദാൻ്റെ പിറ്റേന്നാണ് വന്ന് മൂല്യന്മാരൊക്കെ ഒന്ന് പിടിച്ച് കൂട്ടി പറഞ്ഞ് ഭയങ്കര സുഖമാണ് അവിടെ. റമദാൻ അവിടെയാണ് നല്ലത്. റമദാൻ അവിടെ തന്നെ നല്ലത്. ഇത് ചിലവാകില്ലല്ലോ. ഈ ജാതി മുതലാളിമാരെ ഊരക്ക് ചവിട്ടിയാൽ ഇപ്പൊ നരേന്ദ്രമോദി നേരവും. നമ്മളെ കുഴപ്പമിവിടെ നമ്മൾ മനസ്സിലാക്കണം. കിണ്ടി കുളത്തെ തപ്പിയിട്ട് കാര്യമല്ല. പണ്ടൊരു രാജാവ് എന്ത് ചെയ്യുന്നറിയോ? പണ്ടൊരു രാജാവ് ജനങ്ങളെ ബുദ്ധി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഒരു പണിയെടുത്തു. അദ്ദേഹത്തിന് കൊട്ടാരം പഠിക്കേണ്ട എന്നൊരു കുളം. ആ കുളത്തിൽ ഒരു സ്വർണ്ണക്കിണ്ടി ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. ആ കിണ്ടി എടുത്ത് തന്നാൽ ഞാൻ ആ സ്വർണ്ണക്കിണ്ടി കൊടുക്കും, ആയുസിന് കയ്യാളെ മുതലും കൊടുക്കും നാം വിളംബരം ചെയ്ത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ കിണ്ടി കാണൂല. കിണ്ടി എവിടെ പോയി എന്നറിയില്ല. തപ്പിട്ട് കാര്യമല്ല, ചേറ് മൂക്കിലായി പോയാൽ എന്നല്ലാതെ കിണ്ടി ആർക്കും കിട്ടൂല. നാട്ടുകാരോട് മുഴുവനും വിളംബരം. പലരും വന്നേ നല്ല നല്ല മുട്ടിക്കൊലങ്ങായ എണ്ണയൊക്കെ ഇങ്ങനെ ഇവിടെ തേച്ച് മുങ്ങൽ വിദഗ്ധന്മാർ വന്ന് മുങ്ങി. പലരും മുങ്ങി, കിട്ടിയിട്ടില്ല. പലരും വന്നേ രാജാവ് ആ കുളത്തിൽ കാലിറങ്ങിയോ കിണ്ടി കാണൂല. വെള്ളം തെളിഞ്ഞാലോ സ്വർണ്ണക്കിണ്ടി ഇങ്ങനെ വെക്കും. ജനം വന്നിട്ട് ദിവസങ്ങൾ പലതും കഷ്ടപ്പെട്ട് കിണ്ടിയിട്ടില്ല. അതിൽ പിന്നെ ഒരുത്തം വന്ന് ഓന് വെള്ളം കാണുമ്പോൾ പേടിയാവുന്ന ഒരു നഹീഫുൽബദനായ ഒരു പൂതിയ പാർന്നോനാ വന്ന് അങ്ങനെ ഓൻ മത്സരത്തിന് പേര് കൊടുത്തു, ഞാൻ എടുത്ത് തരാം, കിണ്ടിയെടുത്ത് തരാം. അപ്പം എല്ലാവരും കളിയാക്കി. ഇതാ പുതിയ ആൾ വരുന്നേ, വെള്ളത്തിലിറങ്ങിയാൽ ജീവൻ പോകണോ എന്താ വരുന്നത്, ഇവനാണത്തന്നെ പുതിയ കിണ്ടിയെടുക്കുന്ന ആൾ കാരണം. ഇവനെല്ലാവരും കളിയാക്കി. അങ്ങനെ ഇപ്പം വന്ന് എല്ലാവരും കാത്തിരുന്നിട്ട് അവനന്ന് കിണ്ടിയെടുക്കണ കാണണല്ലോ. ഇവൻ വന്ന് കുളത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നിട്ട് മരത്തുമണക്കാണ് കയറിയിട്ട് കിണ്ടി കഴിച്ച് രാജാവിനോട് കൊടുത്തു. മനസ്സിലായില്ല? കിണ്ടി അവിടെ അല്ല, പറയും മനുഷ്യന്മാരെ, കുളത്തിലല്ല, കിണ്ടി മരത്തുമ കെട്ടിയതാ. വെള്ളം അടങ്ങിയാൽ പറ ഇതിന്റെ പ്രതിബിംബം കാണുകയാണ് എവിടെ എന്നതുപോലെ കിണ്ടി അവിടെയല്ല, കിണ്ടി മരത്തുമല. നമ്മൾ നന്നായി അതൊക്കെ നോവും. നമ്മൾ നന്നാണോ? നമ്മൾ നന്നാകാൻ നീയത്ത് ചെയ്തിട്ട് കാര്യമില്ല, നന്നാകാനാണോ? ചിന്തിക്കണം, ചിന്തിക്കുക. അപ്പൊ ഇവിടെ പ്രശ്നങ്ങളെ ഗൗരവമായി മനസ്സിലാക്കാൻ തിരിച്ചു പോകണം. അവിടുന്ന് ഉദാഹരണം പറഞ്ഞാണ്. പിന്നെ നാട്യന്മാരെന്ത് ചെയ്യണം? സക്കത്ത് കൊടുക്കണം, സാധുക്കളെ തൃപ്തിപ്പെടുത്തണം. സാധുക്കൾ അല്ലാഹുവിന്റെ അംബാസഡർമാരാണ്. അവരെ കൈ പൊന്തിച്ചാൽ 1000 മുതലാളി കൈ പൊന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സാധു കൈ പൊന്തിക്കലാണ്.
ആയിരം മുതലാളിമാർ നിസ്കരിക്കുന്ന 1000 മുതലാളിമാർ കയ്യൊന്തിക്കുന്നതിനേക്കാൾ നല്ലത് നിസ്കരിക്കുന്ന ഒരു ഫക്കീറായ മനുഷ്യനെ യൊന്തിക്കലാണ്. എന്തുകൊണ്ട്? സാധുക്കൾ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലെത്തിയിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ടേ മുതലാളി എത്തുള്ളൂ. ആഖിറുൽ അംബിയ ഇദ്ഖൂലൻ അൽ ജന്ന സുലൈമാൻ ഇബ്നു ദാവൂദ് എന്ന മുഹമ്മദ് മുസ്തഫ. അവസാനം സ്വർഗത്തിലെത്തുന്ന നബി ആരാണ്? സുലൈമാനാണ്. കാരണം മുതലാളിയല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ. നബി ആയിട്ട് പോലും ഇത് വേറെ പറ്റി പറയുന്നത് മനസ്സിലായോ? പറഞ്ഞതാ ആഖിറുൽ അംബിയ ഇദ്ഖൂലൻ അൽ ജന്ന സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. മാനത്ത് പറന്ന സയ്യിദ് സുലൈമാനാണ് അലൈഹിസ്സലാം. അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നബി, അവസാനം സ്വർഗത്തിലെത്തുക സുലൈമാനാണ് അലൈഹിസ്സലാം. അത്ര വലിയ ധനാഢ്യനല്ലേ, ചക്രവർത്തിയല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നിസ്കരിക്കണ മുതലാളിമാരാണെങ്കിലും അതിനേക്കാൾ സ്ഥാനം നിസ്കരിക്കുന്ന സാധുക്കൾക്ക്. അവരെ കൊണ്ട് ദ്വാർപ്പിക്കണം, എല്ലാവരും ദ്വാർക്കണം, നഖങ്ങൾ കൊടുക്കണം. പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗ്ഗം പറയണത്. അള്ളാഹു തൗഫീഖ് തരട്ടെ.